ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നിവിടെ താങ്ക്സ് ഗിവിംഗ് ആണ്. ആർക്കും പോകണ്ട, ഇന്ന് എല്ലാവർക്കും അവധിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു താങ്ക്സ് ഗിവിംഗ് ഡിന്നർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആദ്യം ടർക്കി വാങ്ങിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, പക്ഷെ അത് നടക്കൂല. കാരണം ഇവിടെ ആർക്കും ടർക്കി ഇഷ്ടമല്ല. പിന്നെ അത് ഭയങ്കര പണിയാണ്, 8 മണിക്കൂറൊക്കെ കുക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ടർക്കിക്ക് വരെ ഒരു ഫുൾ ചിക്കൻ താങ്ക്സ് ഗിവിംഗ് ഡിന്നർ ആവാമെന്ന്. ഫുൾ ചിക്കൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്ലാൻ എല്ലാം അന്നാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഇന്നാണ് താങ്ക്സ് ഗിവിംഗ് ആണെങ്കിൽ ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ ഈ ഫുൾ ചിക്കൻ പ്ലാൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് ഫുൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. രാവിലെ നല്ലതായിട്ട് മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുകയാണ്. താങ്ക്സ് ഗിവിംഗ് ആയിട്ട് എല്ലാവരും ഇന്ന് ആരും പുറത്തിറങ്ങത്തില്ല കേട്ടോ. എല്ലാവരും ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അങ്ങനെ ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഒരു ഇടത്തരം അമ്മേ ഇനിയല്ല ചടപടേന്നായിരിക്കണം. കാരണം നമ്മളൊരു 9:30 പിടിക്കണം. ഇപ്പം ഏകദേശം 5 മണിയായി. ഞാൻ ഷോപ്പിങ്ങൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കുറേ നേരം കിടന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 5 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുക്കിങ്. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഡിന്നറിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ സാധനം ക്രാൻബെറി സോസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മെനു എന്ന് വെച്ചാൽ ക്രാൻബെറി സോസ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ക്രാൻബെറി സോസ് ഉണ്ട്, പിന്നെ മാഷ് പൊട്ടറ്റോസ് ഉണ്ട്, ഫുൾ ചിക്കൻ ഉണ്ട്, പിന്നെ എന്തിനുണ്ടോ ചേച്ചി? സെക്കൻഡ് ഐറ്റത്തിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. താങ്ക്സ് ഗിവിംഗ് ഡിന്നർ അതെ, താങ്ക്സ് ഗിവിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുമിച്ചുള്ള കുക്കിംഗ് ആണ് ഇന്നത്തെ. ഇത് ഏകദേശമായി വരുന്നുണ്ടല്ലേ, എന്തായാലും ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. അങ്ങനെ എൻ്റെ ക്രാൻബെറി സോസ് ഏകദേശം ആയി. ഇതിങ്ങനെ ആകുമ്പോഴത്തേക്കും ആകുമെന്നാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത്. അത് ഞാൻ എടുത്തു പറയാനൊരു ഗുമ്മുണ്ടല്ലോ, ഞാൻ ക്രാൻബെറി സോസ് ഉണ്ടാക്കിയെന്ന്. ഷെഫ് വന്ന്, ഷെഫ് ഇത്രയൊക്കെ ഉണ്ടോ അവിടെ? ഇതിന്റെ കളർ എന്തെന്ന് രസം. നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയ ക്രാൻബെറി സോസ് റെഡി. താങ്ക്സ് ഗിവിംഗ്. ഇതാണ് തേർഡ് ഐറ്റം ആയിട്ടുള്ള പുഡിങ്. അപ്പം അമ്മ ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് തേർഡ് അല്ല, ഇത് 4th ഐറ്റമാണ്, 4ാമത്തെ ഐറ്റമാണ് ഇത്. ചിക്കൻ്റെ പ്രിപ്പറേഷൻസ് എടുക്കാനൊന്നും സമയമില്ല. പടപടേന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. കയറിയൊക്കെ നിന്ന് വെച്ചത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചിക്കന് തേക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ബട്ടറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ കുറേ മസാലകളൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിയണം. അപ്പം എല്ലാം ഇട്ടിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോസ് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നേരെ ചിക്കൻ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു ഇന്ന്. ചിക്കൻ ഇങ്ങനെ കിടക്കാം, കുറച്ച് കഴിയുമ്പോൾ നീ ഗ്രില്ലാവും കൂടെ ഗ്രില്ല്. നന്നായിട്ട് ഇതിനെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ സ്കിന്നിൻ്റെ അകത്തോട്ടൊക്കെ ബട്ടർ കയറി. അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അടുത്ത ഐറ്റമാണ് അമ്മ ഉണ്ടാക്കി ഈ കൊക്കോ ബ്രെഡ് പുഡിംഗ് എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് സ്വീറ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം
വേറെ ഐറ്റംസ് ആയിരുന്നു. ഇത് മാത്രമായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്വീറ്റ് ഐറ്റം. ആ ചിക്കൻ അങ്ങ് ചിക്കൻ ഓൾമോസ്റ്റ് ഹായ്. ഇവിടെ ഒരു മേളമാണ് ഗൈസ്. 2 മണിക്കൂർ കുക്കിയാണോ? എന്നാലും 2 മണിക്കൂർ വേണം അല്ലേ? അങ്ങനെ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ക്രാൻബെറി സോസ് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയത് തണുത്തു. ഇനി വേറെ വെക്കണം, മാറ്റി വെക്കണം. ഇനി ഇത് സെറ്റായ ഇതിന്റെ പാർട്സും വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. പൊട്ടറ്റോസ് ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതിനെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അതിന്റെ ആള് അവിടെ നിന്ന് വരണം. അടുത്ത ആളുടെ ചെസ് നമ്പർ 2 റെഡി ആയിട്ടുണ്ട്. ചെസ് നമ്പർ 3 ഇവിടെ കറങ്ങി നടക്കണത്. 2.5 മണിക്കൂർ കഴിയുമ്പോ ശരിയാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഫുൾ ചിക്കൻ നമ്മൾ ഓവനിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2.5 മണിക്കൂർ ഇതിനെ അവിടെ തന്നെ വെച്ചേക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് പുഡിങ് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുകയാണ്. ഇത് ചൂടോടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചൂടോടെ കഴിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ല പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ പുഡിങ് അവസാനത്തേക്ക് വെക്കേണ്ട, ആദ്യം തന്നെ അങ്ങ് കഴിക്കാമെന്ന്. പിന്നെ അമ്മയും പറഞ്ഞ് അങ്ങ് കഴിക്കാൻ, എല്ലാവരും കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് കഴിക്കുകയാണ്. ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. ബട്ടറൊക്കെ ചിക്കൻ കഴിക്കാൻ വെരി മച്ച്. അങ്ങനെ നീണ്ട 2 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം, 2.5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ആ ചിക്കനെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താങ്ക്സ് ഗിവിങ് ഡിന്നറിൻ്റെ മെയിൻ ഐറ്റംസ്. ഫുൾ ചിക്കൻ നല്ല വെന്ത് കേട്ടോ. നല്ല വെന്തെന്ന് വെച്ചാൽ കണ്ടാൽ അതിൻ്റെ ആ ഒരു മീറ്റൊക്കെ കണ്ടോ ഭയങ്കര ജ്യൂസിയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. ചിക്കൻ, മാഷ് പൊട്ടാറ്റോസ്, ഗ്രേവി, പിന്നെ ക്രാൻബെറി സോസ്. ഈ പ്ലേറ്റ് കണ്ടപ്പം തന്നെ എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. ഞങ്ങളുടെ ഒരു 4-5 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ്. എല്ലാവരും കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോ ഐറ്റംസ് ഓരോരുത്തരാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ചിക്കനെ പറ്റി ഒന്നും പറയാറില്ല. അത് കിട്ടില്ല ചിക്കനായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഭയങ്കര ജ്യൂസി, ഭയങ്കര കിട്ടില്ല ചിക്കനായിരുന്നു. അങ്ങനെ നമ്മുടെ താങ്ക്സ് ഗിവിങ് ഡിന്നർ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് താങ്ക്സ് ഗിവിങ് ഡിന്നർ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.